ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നല്ല ഫ്രഷ് കൈവയ്ക്കാൻ കൊണ്ടുവന്നിട്ട് കേട്ടോ. അത് വെച്ചിട്ടൊരു പുളിങ്കറിയാണെന്ന്. വളരെ സിമ്പിളായ ഒരു ടേസ്റ്റിയായ ഒരു പുളിങ്കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. കയ്പയ്ക്കൊന്ന് മുറിച്ചെടുക്കട്ടെ. നന്നായി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെക്കണം. മഞ്ഞപ്പൊടി വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറുള്ളി വേണമല്ലേ ഇനി? ഈ കയ്പയ്ക്കൊന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു 5 ഉണക്കമുളക്, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, ഒരു 4 മണി കുരുമുളക്. ഇതിലേക്ക് ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതിട്ടാ. നന്നായി വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. ഇത്രയും മതി. ആദ്യമായിട്ട് നന്നായി അരച്ചിട്ട് വരാം. കറി വയ്ക്കാം. ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ നന്നായിട്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഒരു 4 മണി ഉലുവിട്ട് കൊടുക്കട്ടെ. ഉലുവ കൂടിപ്പോണ്ട. രണ്ട് വറ്റൽമുളക് പൊട്ടക്കുന്നു. കുറച്ച് കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് ഇട്ടാ, ഒരു 6-7 ചെറിയ ഉള്ളി. ഉള്ളി ഒന്ന് മൂത്ത് വെട്ടെ. ചെറിയ 2 കയ്പയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നൈസായി അരിഞ്ഞതാണ്. കയ്പയ്ക്ക നന്നായി വഴണ്ട് വരട്ടെ. കയ്പയ്ക്കൊക്കെ നന്നായി വഴണ്ട് വന്നു കേട്ടോ. നന്നായി വാടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൊട്ടി വെച്ചില്ല കേട്ടോ. നന്നായി തിളക്കട്ടെ. കയ്പയ്ക്ക വെന്താ നോക്കാം. നന്നായി വെന്തു കേട്ടോ. ഞാൻ അരപ്പിട്ട് കൊടുക്കട്ടോ. കുറച്ചും കൂടി ചാറുകയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറിയ കഷ്ണം ശർക്കര കേട്ടോ. ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ. നന്നായി തിളക്കട്ടെ. നമ്മുടെ കറി നന്നായി തിളച്ചോട്ടാ. നല്ല കുറുകിയതാ. സൂപ്പർ കറിയുണ്ട്. അതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക.
ഒറ്റ കയ്പില്ല കേട്ടാ. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒന്നുകൂടി കുറുമുത് ആറുമ്പോൾ. ഇവിടെ കായ് കൊലൻ്റെ തലപ്പൊക്കെ എടുത്ത് ഉപ്പേരി വയ്ക്കാൻ കേട്ടോ, മെഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടിട്ടോ. അത്ര മൂത്തിട്ടില്ല അതൊന്നും. അത്ര മൂക്കാത്ത കായാണ് അത്. ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് മെഴുക്കുവരട്ടി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പറാ. മുറുക്കിയെടുക്കട്ടെ. മഞ്ഞ വെള്ളത്തിലില്ല കേട്ടോ. കറവ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിരിക്കുന്നു. കായ് മെഴുക്കുവരട്ടി വയ്ക്കാൻ കേട്ടോ. സമയം പോയി. കടുകിട്ട് കൊടുക്കുക. കറിവേപ്പില, വറ്റൽമുളക്, സവാള, ചതച്ച മുളക് ഇല്ല കേട്ടോ. കഴിഞ്ഞു. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, പൊടി പൊടിയായി അരിഞ്ഞു കേട്ടോ. വാഴക്ക ഉപ്പിട്ട് കൊടുക്കാം. മീൻ വരണം. വേഗട്ടെ. മെഴുക്കുവരട്ടി റെഡി ആയിട്ടാ. എനിക്ക് ചോറാക്കി കൊടുക്കട്ടെ. കഴിക്കാൻ പുട്ടാണ് കേട്ടോ രാവിലെ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. പുട്ടും പഴവും. വേഗട്ടെ. ഇവിടെ പുട്ട് വെന്തുട്ടാ. കുക്കർ പൊട്ടി കന്ന വരുന്നു. കഴിക്കാൻ കൊടുക്കട്ടെ ഏട്ടാ. എനിക്ക് ചോറാക്കണ്ടാ സ്കൂളിലേക്ക്. കായ് മതി. ഈ കയ്പയ്ക്ക കറി വെക്കാത്തതെന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പിട്ട് കുറുകിയതാ. ഇതാ മണം. ഉണ്ണി വരെ കഴിക്കും കയ്പയ്ക്ക. സ്കൂളിലേക്ക് അയച്ചു വിട്ടേട്ടാ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.